ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കുറച്ച് ദിവസങ്ങളായിട്ട് വ്ളോഗൊന്നും ഇടാത്തെ, എന്താ വീഡിയോസ് ഒന്നും വരാത്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് കാരണം ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ. എന്താന്നേ, കൊച്ചൊരു ദിവസം രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു യൂണിറ്റിൻ്റെ. അപ്പം ഞങ്ങൾ ഫുഡ് ഞാൻ അവന് വാരിയാണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മീനൊക്കെ മേടിക്കുന്ന ദിവസങ്ങളിൽ. അപ്പൊ അന്നമോൾക്ക് ഞാൻ മീൻ എടുത്ത് കൊടുക്കുന്ന, കറി എടുത്ത് കൊടുക്കുന്ന ആ ഒരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് കൊണ്ട് ഇവൻ തന്നെ വറുത്ത മീൻ എടുത്ത് വായിലേക്ക് വെച്ചു. അപ്പോൾ ഞാനപ്പോൾ വഴക്ക് പറഞ്ഞു, മീനൊക്കെ എപ്പോഴും ഭയങ്കര നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെയെന്ന്. അപ്പം തന്നെ ചോറൊക്കെ കൊടുത്തു, വെള്ളം കൊടുത്തു, വായിൽ അപ്പോഴും പറഞ്ഞിട്ട് എന്തോ ഇരിക്കുന്ന പോലെ പോകുന്നില്ല അമ്മ. എന്നിട്ട് വായിൽ വിരലിട്ടൊക്കെ ഞാൻ ഛർദ്ദിപ്പിച്ച് നോക്കിയപ്പോൾ അമ്മ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് വ്യാഴാഴ്ച രാത്രി നടന്ന സംഭവമാണ്. വ്യാഴം, വെള്ളി, ശനിയാഴ്ച ആയപ്പോഴത്തേന് ഇവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ പറയാ ഇവന്റെ തൊണ്ടയിൽ ഇപ്പോഴും വേദനയുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ആ മുള്ള് ഇപ്പോഴും കുഞ്ഞിന്റെ തൊണ്ടയുടെ വശത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടർ ഞെട്ടിപ്പോയി. 2 ദിവസം വരെ കുഞ്ഞ് ഈ നമുക്കൊരു മുള്ളു തൊണ്ടയിൽ കുടുങ്ങിയാനുള്ള അവസ്ഥ അറിയാം, അത് പോയില്ലെങ്കിൽ. പക്ഷെ ഇവൻ പിറ്റേ ദിവസം എക്സാമിന് പോയി, സെലിബ്രേഷന് പോയി. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെ സെലിബ്രേഷനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് കൊച്ചു നടന്നേച്ചത്. അപ്പം ഇവൻ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് ഇരിക്കുന്ന പോലെ. അപ്പം ഞാൻ കരുതി ഈ തൊണ്ടയിൽ ഛർദ്ദിച്ചപ്പോൾ തൊണ്ട പൊട്ടിയിട്ടുണ്ടാവും. അത്രയും ദിവസം ഒന്നും മുള്ളും വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സാധനം കേട്ടോ. അപ്പൊ ഇവന്റെ ഈ ബുദ്ധിമുട്ട് കാരണമാണ് കുറച്ച് ദിവസം നമ്മളിങ്ങനെ കുഞ്ഞിനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വ്ളോഗും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നത്. അത്രയും ദിവസം അവൻ അത് ഉള്ളില് ദൈവത്തിന് നന്ദി പറയാണ് നമ്മള്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നത് നന്നായി, എന്തായാലും പോയി എന്ന് കരുതി ഇരുന്നിച്ചെങ്കിൽ അത് ഉള്ളിലിരുന്ന് ഇൻഫെക്ഷൻ ആയേനെ. അപ്പൊ ദൈവത്തിന് 1000 നന്ദി പറയാണ് നമുക്കത് കാണിച്ചു തന്നതിന്. അപ്പൊ എൻ്റെ മോനെ ഞാൻ വഴക്കും പറഞ്ഞു, നീ മര്യാദക്ക് കഴിക്കാഞ്ഞിട്ടല്ലേ, ഞാൻ വാരി തന്നിട്ടല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാനുണ്ടാവുമായിരിക്കും. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം നമ്മളെ ഒഴിവാക്കി തന്നു. അപ്പൊ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്രിസ്മസ് ഒക്കെ നമുക്ക് വീട്ടിലാണ് കേട്ടോ, കൊച്ചി വീട്ടിലാണ്. അപ്പൊ അങ്ങടേക്ക് പോകുന്നതിന് മുൻപത്തെ ദിവസത്തെ വ്ളോഗാണ്, ഒരു സൺഡേ വ്ളോഗാണ്. അപ്പൊ ഞാൻ വെള്ളയപ്പത്തിന്റെ മാവൊക്കെ ആക്കി വെച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വ്ളോഗിൽ നമ്മുടെ വെള്ളയപ്പം ഫ്ലോപ്പായി പോയില്ലേ, പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബീഫൊക്കെ വേവിച്ച് വെച്ച് കുറച്ച് അലക്കാനുണ്ടായതൊക്കെ അലക്കി, പിന്നെ അതേപോലെ വെള്ളയപ്പത്തിന്റെ മാവൊക്കെ അടിച്ചു വെച്ചു. ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോയി. അന്നമോളെ കാറ്റസം ക്ലാസ്സിൽ വിട്ടു. ഏട്ടൻ കാറ്റസം പഠിപ്പിക്കാൻ പോയി. ജോക്കുട്ടിനെ വിട്ടില്ല, അവന് ത്രോട്ടിന് അങ്ങനെ ഇരുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം തണുപ്പത്തൊന്നും കൊണ്ടുപോകണ്ട, തണുത്തതൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കൊണ്ടുപോകാം, സെറ്റായിട്ടുണ്ട്. നേരത്തോട് നേരം വരെയൊക്കെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ആളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഓടിച്ചാടി ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇൻഫെക്ഷനൊന്നും ആയി പോയില്ല കേട്ടോ. അപ്പം അതൊക്കെ തന്നെ ദൈവത്തിന് വലിയൊരു നന്ദി പറയാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് മുന്നേ തന്നെ എൻ്റെ പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന ശേഷം ഞാൻ അന്നമോളെ വിട്ടു, ഏട്ടനെ വിട്ടു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അലക്കാനുണ്ടായതൊക്കെ അലക്കി, വീടൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് അടിച്ചിട്ടു. തുടച്ചിട്ടില്ല, ക്ലീൻ ചെയ്യണം ഇനി, അത് വേറൊരു പണിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബീഫ് സ്റ്റൂ വെക്കാണ് കേട്ടോ. ജോക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട്. അപ്പോൾ അന്നമോള് കാറ്റീസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് അവൾ കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന അമ്മയുടെ യൂട്യൂബ് ചാനൽ കണ്ട്, അല്ലെങ്കിൽ മോൻ്റെ അമ്മ യൂട്യൂബർ ആണെന്ന്, കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നായിരിക്കും. പക്ഷെ അവൾക്ക് വിഷമായി. അവൾ വിചാരിച്ചതുപോലെ അല്ല, അവൾ വല്ല ഡോളോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് അതൊരു ഉപകാരപ്പെടുന്ന സാധനമായതിന് നമ്മൾ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മേടിക്കാം, ഒരു 20 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ അവൾക്ക് സെലക്ട് ചെയ്ത് കിട്ടിയതാണ് ഒരു നോട്ട്ബുക്കും, ഇതേപോലെ ഒരു പെൻസിൽ കട്ടർ, റബ്ബറൊക്കെ ഇട്ട് ഒരു പാക്കറ്റും. അപ്പം അവൾക്ക് അത് സന്തോഷമാണ്. പക്ഷെ ഈ ബേസിന് അപ്പം ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇരിക്കട്ടെ, കാരണം അമ്മയ്ക്ക് എവിടെ നിന്നും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടാനില്ല പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സായിട്ടൊന്നും കൊണ്ടൊന്നും തരാനില്ല. അപ്പോൾ അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ആ ബേസിൻ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പം അത് ആര് തന്നാണെങ്കിലും എനിക്ക് വലിയൊരു നന്ദിയുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴ്ത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കും, എനിക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റൂ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മുഴുവൻ മസാല ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. പട്ട, കറിയാമ്പൂ, ഏലയ്ക്ക, കുറച്ച് കുരുമുളക് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയിട്ട് ഞാൻ
ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറേശ്ശെ മതി, ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ആൻറ്റിക്ക് ഭക്ഷണം കൊടുക്കണം, അപ്പോൾ കുറച്ച് മതി, അധികം വേണ്ട. അപ്പോൾ അങ്ങനെ ഇട്ട ശേഷം ഞാൻ ആ ഇറച്ചി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ ആ ഒരു മീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്കത് നല്ലൊരു രുചിയിൽ നമുക്ക് സ്റ്റൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. അപ്പോൾ ആ വിസിലിൻ്റെ മുകളിൽ, മൂടിയുടെ മുകളിലുള്ള പാട് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇങ്ങനെ ചീറ്റി തെറിക്കൂലേ, അതിൻ്റെ പാടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. ഞാനാണെങ്കിൽ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് പൊടി മൊത്തം എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകിട്ടത്തേക്കുള്ള പലഹാരവും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായില്ല. കഴിഞ്ഞ തവണ ഇനി ഉപ്പിട്ടിട്ടാണോ പൊങ്ങിയതെന്ന് എനിക്കൊരു പൊങ്ങാതിരുന്നതെന്നൊരു ഡൗട്ട് വന്നപ്പോൾ അതിന് ഉപ്പിട്ടില്ല. പക്ഷെ ഉപ്പിട്ടിട്ട് ചെയ്യുമ്പോൾ പൊങ്ങി വരാറുണ്ട്. അത് ക്ലൈമറ്റിൻ്റെയും തണുപ്പിൻ്റെയൊക്കെയാണ്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ അടിച്ചു വെച്ചു. ഇൻസ്റ്റൻ്റ് അപ്പം പൊടി മേടിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതാ വെള്ളയപ്പമൊക്കെ നല്ല ചൂടായിട്ട് റെഡിയായി വരുന്നുണ്ട്. ഞായറാഴ്ച ഇച്ചിരി വെള്ളയപ്പവും ഇച്ചിരി കോഴിക്കറി ഇച്ചിരി സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷമാണല്ലേ. പക്ഷെ ഇവിടെ ഇഡ്ഡലിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാറൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഇടിയപ്പം ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ദോശ, ഇതൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ വിസിൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ആ മസാല വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് ചെയ്യുന്നെങ്കിലും ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോക്കില്ലേ, അതിലാണ് നമ്മൾ ഈ പച്ചക്കറി ബോയിൽ ചെയ്തെടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ എന്താ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ കാച്ചി എടുക്കണം. പാൽ ചായ, കുറച്ച് ദിവസമായി പാൽ ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവൻ്റെ ഇത് കാരണം അങ്ങനെ വലിയൊരു ഇവനിടക്ക് പറയും തൊണ്ടയിലിരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അപ്പം പിന്നെ പറയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവന് ഓടിച്ചാടി നടക്കണമെന്ന് നമ്മൾ ഓർക്കും ഒരു മുള്ളൊക്കെ തൊണ്ടയിലുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ. പക്ഷെ എന്നാലും ഉള്ളുകൊണ്ട് പിന്നെ ഞാനൊരു നേരത്തോടെ നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിൽക്കുന്നില്ല. നമുക്ക് അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, നെഞ്ചിൻ്റെ അകത്തൊരു വല്ലാത്ത പ്രയാസം, ഇടയ്ക്കിടക്കുള്ള ഇവൻ്റെ ഇരിപ്പൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് ഡോക്ടർ ഇത് എടുത്തത്. അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ, കുറേ കരഞ്ഞു അവൻ. ഈശ്വര ഓർക്കണ്ട, പോട്ടെ. അപ്പം അതാ അങ്ങനെ നമ്മൾ സ്റ്റൂ ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളതിലേക്ക് വേവിച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂ റെഡി. പലപ്പോഴും ഞാനത് സ്റ്റൂ ഒക്കെ നമ്മൾ കല്യാണ പരിപാടിയൊക്കെ കഴിക്കുമ്പോഴത്തേനും ഞാൻ ഓർക്കുവേ എന്തു പണിയല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാനെന്ന് ഓർക്കും. പക്ഷെ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. തേങ്ങ ചിരണ്ടി എടുക്കണം, അത് പിഴിഞ്ഞെടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമുക്ക് തേങ്ങ ചിരണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയൊക്കെ പാൽപ്പൊടിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ പാൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കയറ്റി വെച്ചിട്ട് ഞാൻ ചായ ആക്കി എടുത്തിട്ടുണ്ട്. ഏലക്ക ചായയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് ചായ ഊതി കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ചായ വീണ്ടും ആക്കിയിട്ട് ഒന്നും കൂടി ഞാൻ അടുപ്പത്തേക്ക് സ്റ്റൂ കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങണം. പിന്നെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഇച്ചിരി കരിഞ്ഞു പോയി. ഞാനവിടെ ചായ അടിക്കാൻ വന്നപ്പോഴത്തേന്. അപ്പം ഞാൻ എടുത്തോളാട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ജോക്കൂട്ടനെ എന്നെ മോളേക്ക് വിളിച്ചിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ബുൾസേ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തംസപ്പ് കൊടുത്ത് വിട്ടു. അമ്മ ചെയ്ത് തരാട്ട പൊന്നോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനപ്പോൾ ഇതുണ്ടാക്കി വന്നപ്പോഴത്തേന് അവനത് കാര്യമുള്ള കാര്യത്തിന് ചോദിച്ചതല്ല എന്നാണ് ഞാൻ വിചാരിച്ചേട്ടോ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളമ്പി ഞാനിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തൊരു തെളിച്ചുമില്ല. നമ്മുടെ മക്കളുടെ മുഖം വാടിയിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റൂലോ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പൊന്നാന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് കാര്യം പറയുന്നത്. അമ്മ എനിക്ക് ബുൾസൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ, എവിടെ ബുൾസൈ? അപ്പം ഞാൻ അയ്യോടാ അപ്പം വേഗം ഉണ്ടാക്കി കൊടുത്തു. ബുൾസൈ വേണോ? എന്റെ പൊന്നെ, ഞാൻ ബുൾസൈ ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ തന്നെ ഞാൻ അവിടെ എൻ്റെ പ്ലേറ്റ് മൂടി വെച്ചിട്ട് വേഗം പോയി ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു. ഇവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ബുൾസൈ പറയാറില്ല. അപ്പോൾ എനിക്ക് അയ്യോടാ, പിന്നെ ഒന്നാമത് ഈ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ നമുക്കൊരു പുന്നാരമൊക്കെ തോന്നൂലേ. പനിയൊക്കെ ആയിട്ട് മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് ദിവസം പുന്നാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ പ്രാണനാണ്. പക്ഷെ എന്നാലും ഇത് ഇത്തിരി പുന്നാരം തോന്നിപ്പോയിട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ആരാണ്? ചേച്ചിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ ആരാണ്? അത് വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന എന്ന് പറയുന്ന ചാനലാണ്. സ്വപ്ന ചേച്ചിയാണ്. ചേച്ചി കൊച്ചിക്കാരിയാണ്. പക്ഷെ ഇന്ന് വരെ
ഞാൻ കണ്ടിട്ടുണ്ടെന്നാലും പക്ഷെ നേരിട്ട് പോയി കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വ്ളോഗൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് ചേച്ചിയുടെ വ്ളോഗിൽ നിന്നാണ്. എന്തിനിപ്പം ഉണ്ടാക്കിയ ബുൾസയില്ലേ, ഈ ബുൾസ ഇതേപോലെ ഈ കാച്ചുന്ന പാത്രത്തിൽ നമ്മൾ സാധാരണ മോരൊക്കെ കാച്ചി ഒഴിക്കുമ്പോൾ കാച്ചാൻ വേണ്ടി എടുക്കുന്നതാണ് ആ പാത്രത്തിൽ ബുൾസയും കൂടി കാച്ചാന്ന് കഴിഞ്ഞ ദിവസത്തെ ചേച്ചിയുടെ വ്ളോഗ്, കാച്ചാന്നെല്ലാം ഉണ്ടാക്കിയെടുക്കാന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചേച്ചിയുടെ വ്ളോഗ് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. നമുക്ക് കുറേ ജോലികൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അത് ശരിക്കും നമുക്കൊരു അമ്മ പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് പറഞ്ഞു തരും. എല്ലാത്തിലും ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളാണെങ്കിലും ഓരോ റെസിപ്പീസ് ആണെങ്കിലും. എനിക്ക് പട്ടികളെയൊക്കെ പൊതുവേ പേടിയാണ്, പക്ഷെ എനിക്ക് ചേച്ചിയുടെ അടുത്തൊരു പട്ടിയുണ്ട്, റൂബി എന്ന് പേരുള്ള ഒരു കുഞ്ഞു പട്ടി, ഒരു പഗ്ഗുപട്ടി. അപ്പൊ ചേച്ചിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെ ഓമനിക്കണ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നും. പക്ഷെ എനിക്ക് ഉള്ളുകൊണ്ട് പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ പെറ്റിനെ മേടിക്കാനായിട്ട് മുതിരാറില്ല. എനിക്ക് ഉള്ളുകൊണ്ടൊരു പേടിയുണ്ട്. പക്ഷെ എനിക്ക് ചേച്ചിയുടെ വ്ളോഗൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി അതിനെ പുന്നാരിക്കട്ടൊക്കെ കാണുമ്പില്ലേ, അപ്പൊ ചേച്ചി മക്കളെയൊക്കെ എന്തോരായിരിക്കും സ്നേഹിക്കാന്ന് ഞാൻ ആലോചിച്ചു പോകും. നല്ല രസമാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കൂ കേട്ടോ. ഞാനൊരു ദിവസം ചേച്ചിയെ കണ്ടു, കാർണിവലിന്റെ സമയത്തല്ല, നമ്മൾ ട്രീ കാണാൻ വേണ്ടി ഗ്രൗണ്ടിലൊക്കെ പോകുമല്ലോ കൊച്ചിയിൽ. പക്ഷെ അപ്പൊ എൻ്റെ ഒരു ഉള്ളിലെ പേടി കൊണ്ട് എനിക്ക് പോയി മിണ്ടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ചേച്ചിയുടെ ചാനലിലൊക്കെ കമന്റ് ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ, ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലോഗറാണ്. ആ ചേച്ചീനെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി ബിനി ചേച്ചി. ബിനി ചേച്ചി കുറെ നാളായി വീഡിയോസൊക്കെ ഇടുന്നില്ല. ചേച്ചിയുടെ ചാനലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് വ്ളോഗർ യൂട്യൂബർ സ്വപ്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളോട് എന്തെങ്കിലും നേരിട്ട് കണ്ട് മിണ്ടാനുള്ള അവസരം ദൈവമേ ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ടിട്ട് അപ്പം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം തട്ട് ഒറ്റ തവണ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോറുണ്ണുന്ന പ്ലേറ്റിലും കൂടി കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു കുട്ടി പാത്രം താഴ്ത്തി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മേളിൽ വെച്ചത്. അപ്പം നമുക്ക് ആ ഒറ്റ ട്രിപ്പിൽ തന്നെ 3 പാത്രത്തിലും തട്ടിലും ഇതാക്കി എടുക്കാം. അപ്പം അത്രയും ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് ചോറ് തലേ ദിവസത്തെ ഉണ്ട്. രാത്രി അങ്ങനെ അധികം ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല. വൈകിട്ട് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചപ്പോൾ രാത്രി പിന്നെ അങ്ങനെ കഴിച്ചില്ല. ഓരോ പഴമൊക്കെ കഴിച്ചിട്ട് മാറി കയറി കിടന്നുറങ്ങി. പിന്നെ അതേപോലെ ഇവൻ്റെ ഈ ഒരു ഇതൊക്കെ കാരണം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നല്ലേ, കാരണം ഇത്രയും ദിവസം അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ചോറൊക്കെ ഉണ്ടായിരുന്നത് തിളപ്പിച്ച് അടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് കിസ്മിസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. എനിക്ക് കിസ്മിസിൻ്റെ ഒരു ഇതെനിക്ക് അപ്പത്തിൽ അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏത്തപ്പഴം ഇടുന്ന ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ അത് ഏട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ 2 കഴിക്കൂലെന്നേ. നിങ്ങൾക്ക് ഒന്നും ഇടാണ്ട് വെറുതെ വട്ടയപ്പൂലേ, അതാ ഇഷ്ടം. പിന്നെ ശർക്കര ഇട്ടതും കഴിക്കും, പക്ഷെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി മാവ് വരികയാണെങ്കിൽ എടുത്ത് ചെയ്തോളൂ. ഞാനിത് ഇപ്പം തന്നെ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിരുന്ന് പുളിച്ച് പൊങ്ങി അത് വേറൊരു ടേസ്റ്റ് ആകും വൈകിട്ടത്തേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കയ്യോടെ തന്നെ അതുണ്ടാക്കി. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ സെറ്റ് ചെയ്ത് തെനരിയൊക്കെ ഇട്ട് ഒക്കെ വെച്ചു. പിന്നെ ഇവരുടെ വക ഇവർ കിണറുണ്ടാക്കും പേപ്പർ ഗ്ലാസും കൊണ്ട്. അതേപോലെ തന്നെ വാട്ടർഫോൾ ഉണ്ടാക്കും. ഇപ്പം ഈ DIY ഒക്കെ കാണുമല്ലോ യൂട്യൂബിലും ഷോർട്സിലും ഒക്കെ. അപ്പം അതേപോലെ എന്തൊക്കെയൊക്കെ. അപ്പം ഞാനൊന്നും പറയില്ല കേട്ടോ, അവരത് ചെയ്തോട്ടെ. അവർക്കത് നമ്മുടെ വീട്ടിലല്ലാണ്ട്, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തല്ലാണ്ട്, അവരുടെ കുടുംബത്തല്ലാണ്ട് അവരവരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ എന്താ കാണിക്കാം. വീട് വൃത്തിയാക്കിടാൻ സമ്മതിക്കൂല, ആ കഴിവ് വേണ്ട. അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും ചെയ്തോട്ടെ എന്ന് പറയും. അപ്പം ക്രിസ്മസ് പപ്പാനിയുടെ തൊപ്പിയും തോരണവും അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഏട്ടൻ പറയും എന്താടി കാണിക്കുന്നത്, പെരക്കകത്ത് കയറാൻ വയ്യല്ലോ, എല്ലായിടത്തും ഇങ്ങനെ തോരണം തൂക്കി. പിന്നെ മനസ്സാരില്ല, ഭിത്തിയിലൊന്നും അങ്ങനെ വരച്ച് കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവന്മാർ ചെയ്യും കേട്ടോ. വീട് വൃത്തികേടാക്കാൻ ഞാൻ മാക്സിമം സമ്മതിക്കാറില്ല. പക്ഷെ ഇതേപോലെ അലങ്കാര പണികളൊക്കെ അവർ ചെയ്തോട്ടെ, അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ കുറേ തോരണങ്ങൾ നമ്മൾ കഴിഞ്ഞാലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ മേടിച്ചിട്ടുള്ള ആ ഒരു പച്ച കളറുള്ള ആ ഒരു സംഗതികളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുടി ഞാൻ കെട്ടിയിട്ടില്ല, കെട്ടിക്കൊള്ളാട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ മുടി കെട്ടാണ്ട് കയറിയിട്ട് തന്നെ ആരും എന്തോ പറഞ്ഞു, മുടി അയച്ചിട്ടിട്ട് കിച്ചണിൽ കയറുന്ന ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടൊന്ന് സെറ്റാക്കി കെട്ടി വെച്ചിട്ട് ബാക്കിയാക്കിക്കോളാം. അപ്പം ഞാൻ വേഗമാ നമുക്കൊരു ബിരിയാണി വെക്കണം. അതുപോലെ തന്നെ ബിരിയാണി അല്ല കേട്ടോ,
അത് എന്താ ബിരിയാണി എന്ന് എൻ്റെ വായിൽ വന്നെന്ന് ഞാൻ പറയാം. ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ റൈസ് എടുത്തത് നമ്മുടെ നീണ്ട അരിയിലെ ബസ്മതി റൈസ്, അതാണ്. അപ്പം ഏട്ടൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച നെയ്ച്ചോറാണെങ്കിലും റിസൾട്ടിൽ വന്നേക്കുന്നത് ബിരിയാണിയാണ്. കാരണം ഈ അരി നീ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജീരകശാല റൈസാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റെസിപ്പിയൊക്കെ A to Z നമ്മുടെ നെയ്ച്ചോറിൻ്റെ ആണ്, അരി മാത്രം മാറിപ്പോയി. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജീരകശാല റൈസ് എടുത്തോ. ഞാൻ ചെന്ന കടയിൽ ഈ അരി ഉണ്ടായിരുന്നില്ല, ജീരകശാല റൈസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബസ്മതി റൈസ് എടുത്ത് ഉണ്ടാക്കിയത്. അപ്പം റൈസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ A to Z ഇതെല്ലാം നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ആദ്യമേ നമ്മുടെ കുക്കറിൽ നമ്മുടെ കിസ്മിസും അതേപോലെ തന്നെ കാഷ്യൂനട്ടും വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ കാഷ്യൂനട്ട് ആദ്യം ഇടണം കേട്ടോ. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമ്മൾ കിസ്മിസ് ഇട്ടാൽ മതി. അപ്പം ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കിസ്മിസ് ഇട്ട പാടെ തന്നെ കോരിയെടുക്കരുത്, അതൊന്ന് വഴണ്ട് വരണം. ഇപ്പം കിസ്മിസിൻ്റെ ടേസ്റ്റ് ബിരിയാണിയിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒഴിവാക്കാം. എനിക്ക് ഈ വട്ടയപ്പത്തിലൊന്നും എനിക്കിഷ്ടമല്ല, കൂടുതൽ ബിരിയാണിയിലും എനിക്ക് കിസ്മിസ് ഇഷ്ടമല്ല. എനിക്ക് ബിരിയാണിയിൽ കടിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്യൂട്ടി ഫ്രൂട്ടിയാണ്. നമ്മുടെ പണ്ടത്തേക്ക് ബിരിയാണിയിലില്ലേ, കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴുള്ള ബിരിയാണിയിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഒന്നും അങ്ങനെ കാണാനില്ല അല്ലേ. അതൊക്കെ എന്താവോ, അങ്ങനെയൊന്നും ഇപ്പോൾ ആൾക്കാർ ചെയ്യണില്ലേ. ഒരു ദിവസം ഞാനിനി ഉണ്ടാക്കുമ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദാ മുന്തിരിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് അത്രയും മുന്തിരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അങ്ങനെ മുന്തിരി അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല ആർക്കും. പിന്നെ ഞാൻ എന്താ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് അതൊക്കെ നമുക്കിങ്ങനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള വറുത്തതും പിന്നെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെയാണ് കേട്ടോ. കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ടാണ് നമ്മൾ സവാള വറുത്ത് കോരി എടുക്കേണ്ടത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്താ സെയിം കുക്കറിൽ തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ കഴുകി എടുക്കാൻ, ഞാൻ കഴുകുന്നില്ല കേട്ടോ. ഞാൻ അതേ സെയിം എണ്ണയിൽ നെയ്യിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ട്. സവാളയൊക്കെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നെയ്യിലൊഴിച്ച് വാട്ടിയാൽ മുതലാവില്ല സജി. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് മാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തില്ല. അപ്പം അതിലേക്ക് കുറച്ച് പട്ട, കറിയാമ്പൂ, ഏലയ്ക്ക, കുരുമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പയ്യൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ക്യാരറ്റ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല. ഇട്ടാലും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പം നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മളിതാ അവിടെ ബിരിയാണിയുടെ റൈസ്, നെയ്ച്ചോറിൻ്റെ റൈസ് അവിടെ നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കഴുകിയിട്ട് നമുക്ക് ഈ വാട്ടി വെച്ചിട്ടുള്ള ഐറ്റംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ജീരകശാല റൈസ് മാത്രം യൂസ് ചെയ്താൽ മതി, ബാക്കി റെസിപ്പി എല്ലാം ഇത് തന്നെയാണ്. നിങ്ങൾ ബസ്മതി റൈസിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ജീരകശാല റൈസിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അങ്ങനെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ അതിലേക്ക് റൈസ് ഇട്ട് ഒന്നെല്ലാം കൂടി ഇളക്കി കൂട്ടിയ ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഇട്ടിട്ട് ആ അരി നികന്ന് കിടക്കുന്ന അളവിൽ വെള്ളം, അതായത് ഓവറല്ല, എന്നാലിങ്ങനെ അതിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ മേലെ നിൽക്കണം വെള്ളം, 2-3 സെൻറ്റിമീറ്റർ നേരെ നിൽക്കണം വെള്ളം. അപ്പം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കലത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മെഷർമെൻറ്റ് ഉണ്ട്. പക്ഷെ കലത്തിൽ വെക്കുന്നതിനേലും എനിക്ക് ചെയ്യാൻ കോൺഫിഡൻസ് കുക്കറിൽ വയ്ക്കുന്നതാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച ശേഷം പയ്യെ ഒന്ന് തിളച്ചിങ്ങ് വരുമ്പോഴത്തേനും നമുക്ക് അതങ്ങ് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. ഞാൻ ഈ അരി ഒരു അരമണിക്കൂർ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണ്ടേ. ആ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വാട്ടി എടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നല്ല അസലായിട്ട് ഇത് വഴണ്ട് കിട്ടും. വേപ്പില ഇട്ടോളാം, വേപ്പില എത്ര ഇട്ടാലും കറിക്ക് ടേസ്റ്റാണ്. അങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ഇറച്ചിക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ വിസിൽ മതി നമ്മുടെ ബിരിയാണി അരി. പിന്നെയും ബിരിയാണി എന്നാ പറയണേ, ചേട്ടൻ കളിയാക്കി പറഞ്ഞ് എനിക്ക് ബിരിയാണി തന്നെ പറയണം. അല്ല, നെയ്ച്ചോറിൻ്റെ വിസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ
മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ കാശ്മീരി ചില്ലി രണ്ട് ഞാൻ ഒരേ അളവിലാണ് കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ബിരിയാണി മസാല മേടിക്കാൻ കിട്ടും. ചില ആൾക്കാർ പറയും ബിരിയാണി മസാല കറിക്ക് ഇടാൻ കൊള്ളൂല, നമ്മൾ ബിരിയാണിയിലാണ് ഇങ്ങനെ തൂവേണ്ടത്. നമുക്ക് ബിരിയാണിയിൽ തൂകാം, പക്ഷെ നമുക്ക് കറിക്ക് ഇടാം, നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. അപ്പം ബിരിയാണി മസാലയും കൂടി കുറച്ച് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണോ? ബിരിയാണി മസാല ബിരിയാണിയിൽ മാത്രം തൂകാൻ പാടുള്ളൂ, ബിരിയാണിക്ക് എടുക്കുന്ന കറിക്കിടാൻ പാടില്ലേ? അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇട്ടോളൂ. എൻ്റെ തക്കാളി ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിൽ കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് വെക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ക്രിസ്മസിന് മുന്നേ തന്നെ വീട്ടിലേക്ക് പോകും. പിന്നെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള വ്ളോഗൊക്കെ നമ്മൾ അവിടെ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പച്ചനെ, അമ്മച്ചീനെ, അനിയനെ, അനിയത്തിനെ, അവിടുത്തെ പൊടിക്കുട്ടീനെ ഒക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് അങ്ങ് വരണ്ട് വരട്ടെ. നന്നായിട്ടത് വരണ്ട് വരുമ്പോഴത്തേനും നമുക്കത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം. നമ്മുടെ തക്കാളിയും സവാളയും കശുവണ്ടിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുക്കർ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കുക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം കൊണ്ടുവന്നപ്പോഴത്തേനും എനിക്കൊരു പേടിയായിരുന്നു, ഒരു ടൈറ്റ് ആണല്ലോ, ദൈവമേ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ച് വന്നപ്പോഴത്തേനും ഇല്ലേ, അടിപൊളിയാണ്. ഒരു സാധനം പോലും അടുക്കി പിടിക്കില്ല. വേട്ടൻ പറഞ്ഞു എല്ലാം കൊള്ളാം, കേക്ക് മാത്രം ഉണ്ടാക്കാൻ നിൽക്കരുത്, കുക്കർ ചിത്തയിൽ പോവും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, കേക്ക് ഞാൻ പഴയ കുക്കറിൽ ഉണ്ടാക്കിക്കോളാം ഏട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടതാ കണ്ട നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്നും ഇങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഒത്തിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വീഡിയോയ്ക്ക് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര അധികം ആക്കിയെടുത്തത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനവിടെ ഒരു പാത്രത്തിൽ നേരത്തെ തന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? എങ്ങനെയുണ്ട് എൻ്റെ നെയ്ച്ചോറ്? ബിരിയാണി എന്ന് ഇനി പറയില്ല കേട്ടോ, ഇനി നെയ്ച്ചോറെന്ന് തന്നെ പറയുള്ളൂ. അതെ, ഈ ഏട്ടൻ അങ്ങനെ കളിയാക്കി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് അങ്ങനെ ആയിപ്പോയി. ഇത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അത് അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡി ആവുന്നുണ്ട്. സാലഡിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്ന ക്യാരറ്റാണ് നമ്മളെടുത്ത് സ്റ്റൂവിനും അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനും നെയ്ച്ചോറിനും നമ്മൾ ഇട്ടത്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാളയും തൈരും പിന്നെ നമ്മുടെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് സാലഡും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇനി കഴിക്കാം. ഏട്ടൻ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ, 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും കുട്ടികളും കൂടി കഴുകുകയാണ്. അപ്പോൾ അവന് എരിവുള്ള കറി വേണ്ടാന്ന്. അപ്പം ഞാൻ 2 കഷ്ണം ബീഫ് എടുത്തിട്ട് കഴുകിയിട്ടാണ് അവന് കൊടുത്തത്. അപ്പം തൈരും സാലഡും കൂടി ആകുമ്പോഴത്തേനും ആവൂല. അപ്പം അന്നമോൾക്ക് ഇച്ചിരി ഞാൻ കൊടുത്തു. കഴിഞ്ഞൊരു ഇതിൽ അന്നമോൾക്ക് സാലഡ് കൊടുക്കാനായിട്ട് കുറേ നേരം എന്നോട് വഴക്കിട്ടൊക്കെ ഇരുന്ന് വെച്ചു. പിന്നെ ഞാനും എൻ്റെ മക്കളും കൂടി കഴിക്കുകയാണ്. ഞായറാഴ്ച ചെയ്യുമ്പോഴത്തേനും ഒരു വാരി കൊടുക്കൽ, ഒരു പുന്നാരിക്കലൊക്കെ ഉണ്ട്. പുന്നാര എപ്പോഴും ഉണ്ട് കേട്ടോ. അന്നമോൾക്കൊരു പുന്നാരിക്കലൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. 100 വിശേഷങ്ങൾ ഉണ്ടാവോട്ട് ഇവർക്ക് പറയാനായിട്ട്. ജോക്കുട്ടന് ഭയങ്കര സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഥകളാണ് അവന്. അങ്ങനെയാണ്, ഇങ്ങനെയാണമ്മ, മറ്റേതാണ്, മറിച്ചതാണമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവൻ കുറേ കഥകളൊക്കെ നമ്മുടെ അടുത്ത് പറയും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വന്നു. ഏട്ടനും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തൊന്ന് പോകാമെന്ന് ഓർത്തു. അപ്പോഴാണ് ഞാൻ കരുതിയത്, അയ്യോ നമ്മൾ അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ എന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി വരുമ്പോൾ വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഇച്ചിരി പഞ്ചസാര ഏലക്കയുടെയും ചിലവല്ലേ ഉള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ച് പുളിപ്പിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അപ്പം തന്നെ നമുക്കൊരു അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ രാത്രിത്തെ പുൽക്കൂടിൻ്റെ ഒരു ദൃശ്യമാണ്. അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഒരു സാധാരണ ഫോണിലാണ് ഈ ഷൂട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മൾ മറ്റേ ലൈറ്റ് ഇടില്ല, സാധാരണ നമ്മുടെ പുറത്തെ ട്യൂബും കാര്യങ്ങളൊന്നും ഇടില്ല. ഈ ലൈറ്റിലാണ് ഇപ്പോൾ പുറത്തെ വെട്ടം. നല്ല രസമാണ് കേട്ടോ. ഏട്ടന് ഒരാഴ്ച മുന്നേ തന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയില്ല. ഞങ്ങൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേക്ക് തൂക്കിയിട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് ഓടും, കാണാനുള്ള ഒരു ഇതും കൂടി കിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്റ്റാറൊക്കെ തൂക്കി, ലൈറ്റൊക്കെ തൂക്കി, പുൽക്കൂടൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അങ്ങനെ അടിച്ചു പൊളിക്കാണ്. പിന്നെ ഞങ്ങളൊന്ന് ബ്രോഡ്വേ വരെ പോകാൻ കേട്ടോ. ഒന്നും മേടിക്കാനൊന്നുമല്ല, പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.